ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വെനസ്ഡേ സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അവസാനിച്ച് നിങ്ങൾ ഓർക്കണ്ടായിരിക്കുമല്ലോ, നമ്മുടെ വെനസ്ഡേക്ക് ഒരു വിഷം വന്നേക്കാണ് ഇനിട് മരിക്കുന്നതായിട്ട്. അതിന് കാരണക്കാരി വെനസ്ഡേ എന്നുള്ള ഇതിലേക്ക് ഒരു വിഷം ഉണ്ടായി, അവളെ പെട്ടെന്ന് മയങ്ങി വീണേക്കാണ്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഇവൾ ഇങ്ങനെ ചാടി എണീക്കുകയാണ്, ഈ ഒരു ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അവൾ ഇനിയുടെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അവളുടെ അമ്മയായിട്ട് അപ്പോൾ അടുത്തുണ്ടായിരുന്നു വെച്ചത്. അമ്മ പറയാണ്, എനിക്ക് ഇനിഡിനെ അല്ല നിന്നെ ഓർത്താണ് പേടിയെന്ന് പറയാണ്. നിൻ്റെ ഈ കറുത്ത കണ്ണീരിനെ കുറിച്ച് എനിക്കറിയാം, ഇതാണ് സൈക്കിക് എക്സോഷൻ എന്ന് പറയും. നീ നിൻ്റെ ഗിഫ്റ്റ് അബ്യൂസ് ചെയ്യുമ്പോൾ, നിൻ്റെ സൈക്കിക് എബിലിറ്റി അബ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറയുകയാണ്. അപ്പോൾ വെനസ്ഡേ പറയാണ്, ഞാനത് ശരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അവൾ തർക്കിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, നീ നിൻ്റെ ആൻറ്റി ഒഫീലിയെ പോലെ സംസാരിക്കുന്നത് അമ്മ പറയാം കേട്ടോ. അപ്പോൾ ഈ കണ്ണീര് നിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെനസ്ഡേ അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ പറയുകയാണ്, ആ ഗൂഡിയുടെ ബുക്ക് എനിക്ക് തന്നേക്കാൻ പറയുകയാണ്. വെനസ്ഡേ ദേഷ്യത്തോടെ തിങ്ങിനെ നോക്കുക കേട്ടോ. തിങ്ങ എല്ലാ കാര്യം അമ്മേനോട് തുറന്നു പറഞ്ഞു. ഈ ബുക്ക് കിട്ടിയ ദിവസമൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ തിങ്ങ് പറഞ്ഞപ്പോഴാണ് അറിയണത്. അപ്പോൾ തിങ്ങ് പേടിച്ച് പറഞ്ഞാട്ടോ, ഇങ്ങനെ മയങ്ങി വീണപ്പോൾ പേടിച്ച് പറഞ്ഞതാണ്. അപ്പോൾ വെനസ്ഡേ പറയാണ്, ഗൂഡി എൻ്റെ സ്പിരിറ്റ് ഗൈഡാണെന്നും ആ ബുക്ക് എനിക്ക് മാത്രമുള്ളതാണെന്നും പറയാം കേട്ടോ. അപ്പോൾ അമ്മ അവളോട് പറയാണ്, ഗൂഡി പോയി, നിനക്കിനി പുതിയൊരു ഗൈഡ് വരുന്നവരെ കാത്തിരിക്കാൻ പറയുകയാണ്. വെനസ്ഡേ പെട്ടെന്നോളം ദേഷ്യപ്പെട്ട് പോവാട്ടോ. അമ്മയ്ക്ക് അവളുടെ ആ സൈക്കിക് എബിലിറ്റി അനാവശ്യമായി യൂസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടോ ഗൂഡിയുടെ ബുക്ക് ചോദിച്ചത്. അവളത് നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ എബിലിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്ന് രാത്രി വെനസ്ഡേയും തിങ്ങും കാറിൽ ഗാൽപ്പിൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. നമ്മുടെ സേവിയർ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് അയച്ചായിരുന്നല്ലോ, അതുപോലെ നേരത്തെ തന്നെ ഗാൽപ്പിൻ വാൺ ചെയ്തായിരുന്നു. അതേപോലെ ഇവർക്ക് ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായി, അതേപോലെ ഒറ്റക്കണ്ണം കാക്ക. അപ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ നമ്മുടെ ഗാൽപ്പിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇനിഡിന് ഒന്നും സംഭവിക്കാൻ പാടില്ല ഇവൾ കാരണം, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഗാൽപ്പിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗാൽപ്പിൻ ഇങ്ങനെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഗാൽപ്പിൻ മരിച്ചു പോയി കേട്ടോ. അവളുടെ കണ്ണൊന്നുമില്ല. അപ്പോൾ ഇവളിങ്ങനെ നോക്കുമ്പോൾ വായ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. വായിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാക്കകളൊക്കെ പറന്നിട്ട് ചില്ലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് പോകാട്ടോ. അപ്പോൾ കാക്കകൾ തന്നെയാണ് ഗാൽപ്പിനെ കൊന്നത്. അപ്പോൾ ഗാൽപ്പിൻ്റെ മേത്തുള്ള കൈ വെക്കുമ്പോൾ ഇവർക്ക് വിഷൻ ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഇവിടെ സൈക്കിക് എബിലിറ്റി ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. അവർക്ക് ലാസ്റ്റ് വിഷനോടെ ആ എബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് പോലീസുകാർ വരാം കേട്ടോ. അപ്പോൾ പിന്നെ പോലീസുകാർ നമ്മുടെ വെനസ്ഡേ അറസ്റ്റ് ചെയ്യാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇങ്ങനെ ആ പെണ്ണ് ഷെരീഫ് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയാണ്, ഞാൻ ഗാൽപ്പിനെ കാണാൻ വേണ്ടി പോയതാണ്, ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വാർണിംഗ് ചെയ്തായിരുന്നു, അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയെന്നുള്ള രീതി പറയാണ്. അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ നിന്നെ കൃത്യസമയത്ത് അങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുകയാണ്, ഇതിനു മുമ്പ് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചായിരുന്നല്ലോ, നമ്മുടെ ആ കാളെന്ന് പറഞ്ഞിട്ട് ഗാൽപ്പിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇവൻ ലാസ്റ്റ് വിളിച്ചത് നമ്മുടെ ഗാൽപ്പിനെ ആയിരുന്നു ഇവർ മനസ്സിലാക്കി ട്രേസൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയെന്നുള്ള രീതിയിൽ പറയുകയാണ്. അതേപോലെ ഗാൽപ്പിൻ്റെ ഫോൺ ഇപ്പോൾ മിസ്സായേക്കാം കേട്ടോ, അതുവരെ നോക്കിയിട്ടൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ വെനസ്ഡേയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരാണ്, ഗോമസ്. പുള്ളി ഒരു അഡ്വക്കേറ്റും കൂടി ആട്ടോ. പുള്ളി നമ്മുടെ വെനസ്ഡേയെ കൂളായിട്ട് ഇറക്കിക്കൊണ്ട് പോവുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവർക്കെതിരെ വേറെ വാറൻ്റൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അച്ഛനോട് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഗാൽപ്പിൻ്റെ കാര്യമൊക്കെ നമ്മുടെ വെനസ്ഡേ പറയാം കേട്ടോ, സഹായം ചോദിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ യുജീൻ ഉണ്ടല്ലോ, അവൻ്റെ ബി ഹൗസിലേക്ക് വരുമ്പോൾ പക്സ്ലി അവിടെ നിൽക്കണ്ട കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സോമിയനെ കണ്ടില്ലായിരുന്നു, അതിനൊരു ചങ്ങലക്ക് ഇട്ടിരിക്കുക കേട്ടോ ഇവൻ്റെ ബി ഹൗസിൽ. അപ്പോൾ അജാക്സ് പറഞ്ഞ കഥ സത്യമാണ് നമ്മുടെ യുജീനോട് നമ്മുടെ പക്സ്ലി പറയാട്ടോ. അപ്പോൾ നമ്മുടെ യുജീൻ ശരിക്കും ഒന്ന് പേടിച്ചിരിക്കുക കേട്ടോ, ഒരു സോംബിയാണല്ലോ ഈ ഒരു ബി ഹൗസിലുള്ളത്. അപ്പോൾ പക്സിലെ പറയാണ്, സോംബിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ യുജീൻ്റെ വേറെ ഒന്നും കൊടുക്കാനില്ല, അവിടെ തേനുണ്ടായിരുന്നു. അപ്പോൾ തേൻകുപ്പി എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോംബി അതിങ്ങനെ കുടിക്കുകയാണ്, തേൻകുപ്പി എടുത്ത് വായിൽ കുടിക്കണം. അപ്പോൾ പക്സിൽ പറയണം, ഇവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണമെന്ന് പറയല്ല, പെട്ടെന്ന് സോംബി അങ്ങനെ തന്നെ ഛർദ്ദിക്കുക കേട്ടോ. അത് ഇവരുടെ മേത്തേക്കാണ് ഛർദ്ദിക്കുന്നത്. വെനസ്ഡേ തിരിച്ച് മുറിയിലേക്ക് വരുന്ന വഴി തിങ്ങിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവളുടെ ലാസ്റ്റ് വിഷനിൽ ഇനിഡ് മരിക്കുന്നതായിട്ട് കണ്ടോ, താൻ കാരണമാണെന്നൊക്കെ ഇനിഡ് പറഞ്ഞു എന്നുള്ള രീതിയിൽ വോയിസൊക്കെ കേട്ടു എന്നൊക്കെ നമ്മുടെ തിങ്ങിനോട് പറയുകയാണ്. അതേപോലെ ഈ ബേഡ്സൊക്കെ ആയിട്ട് എന്തോ ഒരു കണക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ഗൂഡിയുടെ ബുക്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്നൊക്കെ നമ്മുടെ വെനസ്ഡേ തിങ്ങിനോട് പറഞ്ഞുകൊണ്ട് പോരുകയാണ്. അതേപോലെ തന്നെ ഇനിഡ് ഈ കാര്യം ഒരിക്കലും അറിയരുതെന്ന് തിങ്ങിനോട് വാണിംഗ് കൊടുക്കണ്ട കേട്ടോ, ഒരിക്കലും പറഞ്ഞു വരുന്നത് പറയുന്നുണ്ട്. വെനസ്ഡേ മുറിക്കകത്തേക്ക് കയറുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയോ, നമ്മുടെ ഇനിഡ് ഉണ്ടല്ലോ രക്തത്തിൽ കുളിച്ച് കിടക്കുക കേട്ടോ. അവൾ പേടിച്ച് വേഗം അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇനിഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചോരയല്ല വിളിച്ചേർന്ന് വെച്ചാൽ അവളുടെ കഴുത്തിൽ മൊത്തം ജാമോ അങ്ങനത്തെ എന്തോ സാധനമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രാങ്ക് ഡേ ആയിരുന്നു, അവൾ നമ്മുടെ വെനസ്ഡേയെ പ്രാങ്ക് ചെയ്തതാട്ടോ. അപ്പോൾ വെനസ്ഡേ ചോദിക്കുകയാണ്, നീ ഇങ്ങനെയൊക്കെയാണ് പ്രാങ്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വെനസ്ഡേയോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ എന്നെ രാവിലെ പേടിപ്പിച്ചതോ, നീ എന്തിനാണ് സോഫയെ കൊണ്ടുവന്നൊരു കണ്ണുണ്ടെന്ന് ഇട്ടേക്കണേന്ന് ചോദിച്ചു. ഫേക്ക് കണ്ണ്. അപ്പോൾ കണ്ണോ, ഞാനൊന്നുമല്ല എന്നുള്ള രീതിയിൽ വെനസ്ഡേ പോയി നോക്കുമ്പോൾ സംഭവം ശരിയാട്ടോ, നമ്മുടെ സോഫയിൽ ഒരു ഐബോൾ കിടക്കുന്നുണ്ട്, ഒരു കണ്ണ് കിടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ശരിക്കും ഇത് ഫേക്ക് കണ്ണൊന്നുമല്ല കേട്ടോ, അത് ശരിക്കും ഒറിജിനൽ കണ്ണാണ്. വെനസ്ഡേക്ക് മനസ്സിലായി, നമ്മുടെ ഇനിഡ് എപ്പോഴും പറയണത് ഫേക്ക് ആണെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ വെനസ്ഡേ പറയുന്നത് ചിലപ്പോൾ എല്ലാ കാക്കകളെല്ലാം കൊണ്ടുവന്നിട്ടൊന്ന് പറയുകയാണ്. പെട്ടെന്ന് ഇനിഡിൻ്റെ ഫോണിലേക്ക് ഒരു 2-3 മെസ്സേജ് വരിക കേട്ടോ. വെനസ്ഡേയുടെ ഫോട്ടോകളായിരുന്നു കേട്ടോ ആ മെസ്സേജ്. അല്ല, അവൾ ഓടി വന്നിട്ട് വെനസ്ഡേനെ കാണിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, ഐ സീ യു വെനസ്ഡേ, ഐ വിൽ നോട്ട് ബി ഇഗ്നോർഡ് എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെനസ്ഡേയുടെ ആ ദിവസത്തിലുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അവർ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ച് നോക്കി. അപ്പോൾ അവിടെ നിന്ന് കേൾക്കണത് ആരും അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാത്തപ്പോൾ ഒരു മെസ്സേജ് വരുമല്ലോ, അപ്പോൾ അത് ഗാൽപ്പിൻ്റെ നമ്പറായിരുന്നു കേട്ടോ പറയണത്. അപ്പോൾ ഗാൽപ്പിൻ മരിച്ചു പോയല്ലോ, അത് നമ്മുടെ ഇനിഡിനോട് പറയുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ചേക്കണം ഗാൽപ്പിൻ്റെ ഫോണിൽ നിന്ന് ഈ കില്ലറായിരിക്കുമെന്ന് വെനസ്ഡേ നമ്മുടെ ഇനിഡിനോട് പറയുകയാണ്. അപ്പോൾ ഇനിഡ് അവിടെ നിന്ന് പെട്ടെന്ന് പോകട്ടോ, ഞാനിനി ഈ ഒരു പരിപാടിക്കൊന്നുമില്ല, ഞാനിപ്പോൾ നിലവിലിപ്പോൾ വന്നേക്കുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഇനിയൊരു പ്രശ്നത്തിലേക്ക് ഞാനില്ല, 2ാമത്തെ ദിവസമായുള്ളൂ. അപ്പോൾ തന്നെ ഇതേ മർഡർ കേസ് വരിക എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ഇനിഡിന് അന്നൊരു ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ, ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്, അത് ഇന്ന് വൈകുന്നേരം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോവാണ്. വെനസ്ഡേ ആ ഒരു ഐബോൾ ഉണ്ടല്ലോ, നമ്മുടെ ഐ ഉണ്ടല്ലോ, കണ്ണ് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും വിഷൻ ഉണ്ടാവുമോ നോക്കുകയാണ്. പക്ഷേ അവളുടെ ആ സൈക്കിക് എബിലിറ്റി പ്രവർത്തിക്കണേ ഇല്ല കേട്ടോ, ഒന്നും കാണാനും പറ്റണില്ല അവൾക്ക്. അപ്പോൾ തിങ്ങിനോട് ഗൂഡിയുടെ ബുക്ക് പഠിക്കാൻ പറയുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ, അതേപോലെ തന്നെ എന്തെങ്കിലും എബിലിറ്റീസൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലുമൊക്കെ ആ ഗൂഡിയുടെ ബുക്കിലുണ്ടോ എന്നുള്ള രീതിയിൽ തിങ്ങിനോട് നോക്കാൻ പറയാനായിട്ട് അവളോട് നിന്ന് പോവാണ്. അപ്പോൾ ഈ സമയം പിള്ളേരാവട്ടെ പുറത്ത് ഭയങ്കരമായിട്ട് പ്രാങ്ക് ഡേ ഒക്കെ ആഘോഷിക്കുമായിരുന്നു കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് പ്രാങ്ക് ഡേ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ അജാക്സോടെ ഭയങ്കരമായിട്ട് വിഷമിച്ച് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ ഇനിഡും ബ്രൂണോ രണ്ടവരിങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ചിരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അജാക്സിൻ്റെ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പക്സ്ലിയും യുജീനും കൂടി അങ്ങനെ, യുജീൻ്റെ ഒരു കുപ്പിയുണ്ട് മൊത്തം തേനീച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അജാക്സ് സന്തോഷപ്പെടുത്താൻ വേണ്ടി വന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുജീൻ പെട്ടെന്ന് ആ ഒരു തേനീച്ചേനെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവനെ തുറന്ന് പുറത്തേക്ക് വിട്ടാണ് ബ്രൂണോനെ കുത്തിക്കുക കേട്ടോ. പ്രാങ്ക് ഡേ ആണല്ലോ. അപ്പോൾ നമ്മുടെ ജാക്സിന് അപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. പുള്ളി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ഇങ്ങനെ പോണ പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് പുള്ളിയുടെ തൊപ്പി ഒരുക്കി കാണിക്കുകയാണ്. തൊപ്പി കാണിക്കുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ വേറെ രൂപമാവും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കുറച്ച് നേരത്തേക്ക് കല്ലായിട്ട് ഇങ്ങനെ മാറും. അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി പ്രാങ്ക് ഡേ എന്ന് ഇവൻ നമ്മുടെ യുജീനോടും അക്സലിയോടും പറഞ്ഞിട്ട് ഇവൻ ഈ തൊപ്പി ഒരുക്കി കാണിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പാറയായി പോകട്ടോ. അപ്പോൾ അജാക്സ് സന്തോഷത്തോടെ തിരിച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൊച്ചു വന്നിട്ട് ഇവനെ പറപ്പിക്കുക കേട്ടോ. പ്രാങ്ക് ഡേ ആണല്ലോ, അപ്പോൾ ആർക്കും എന്തുവേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതങ്ങനെ അവസാനിക്കുകയാണ്. ഈ സമയം നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ഡോക്ടർ ഒർലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫസറാണ്, പഠിപ്പിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് തല മാത്രമേ ഉള്ളൂ, ഒരു ജാറിലെ വെള്ളത്തിലിട്ടേക്കുവാണ്. അതേപോലെ പുള്ളി പറയുകയാണ്, എനിക്ക് ഈ പ്രാങ്ക് ഡേ ഒന്നും ഇഷ്ടമല്ല, പണ്ട് ഇങ്ങനെ കുറേ പിള്ളേർ എൻ്റെ ഈ ജാറിലേക്ക് ഈലിനെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാട്ടോ. പുള്ളി അതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ വെനസ്ഡേ അങ്ങോട്ടേക്ക് വരുന്നത്. വെനസ്ഡേ കാണുമ്പോൾ അവിടെ മാറി നേരത്തെ ഓട്ടോഗ്രാഫ് മേടിച്ച ആ ഒരു പെൺകുട്ടിയും കേട്ടോ, അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ വെനസ്ഡേ നേരെ ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ മറന്നു എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. ആ പെയിൻറ്റിങ് കത്തിച്ചതൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്പിരിറ്റിലേ കണ്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ രീതിയിൽ പറയുകയാണ്. അപ്പോൾ വെനസ്ഡേ ഈ ഒരു ഡോക്ടർ ഒർലോഫിനോട് ചോദിക്കുകയാണ്, ഈ ബേഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാവുന്ന ആരെങ്കിലും അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒർലോഫിന് ഇങ്ങനെ കുറച്ച് പേരെ പണ്ടൊക്കെ അറിയായിരുന്നു, ഒരു ഏവിയൻ എന്നാണ് പറയണത് ഇങ്ങനെ ബേഡ്സിനെ കൺട്രോൾ ചെയ്യണേ. ഇപ്പം നിലവിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഒർലോഫിനും അറിയില്ലായിരുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ ബിയാങ്ക നമ്മുടെ വെനസ്ഡേയുടെ അമ്മേനെ പോയി കണ്ടേക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചു, ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ കുറേ ഡോണേഴ്സിൻ്റെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റൊക്കെ ആയിട്ടാണ് പോയിക്കണം. അപ്പോൾ ആദ്യത്തെ പേര് തന്നെ ഈ നമ്മുടെ വെനസ്ഡേയുടെ അമ്മയുടെ പേരാട്ടോ. പുള്ളിക്കാരി ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു റിച്ച് ടീമാണ്. അപ്പോൾ ഈ ബിയാങ്ക പറയാണ്, അവരൊന്ന് വിളിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ വെനസ്ഡേയുടെ അമ്മ പറയാണ്, ഞാൻ പുള്ളിക്കാരനെ വിളിക്കില്ല, വിളിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരി ചിലപ്പോൾ തന്നില്ല എന്നൊക്കെ വരും, ഞാനങ്ങനെ വിളിക്കില്ല എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. നമ്മുടെ യുജീനും പക്സ്ലി ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ സോംബിക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സോംബിക്ക് വിശക്കുണ്ട് ഇടയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരവരുടെ ജീവൻ നിലനിർത്താനാന്ന് തോന്നുന്നു എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോഴല്ലോ നമ്മുടെ സോംബി കുറച്ച് ബുദ്ധിമാനാട്ടോ. പുള്ളി ആ ചങ്ങല വലിച്ചങ്ങ് പൊട്ടിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സോംബി ഫ്രീ ആവുകയാണ്. അടുത്ത പ്രശ്നം വരുവാണ്. ഈ സമയം നമ്മുടെ വെനസ്ഡേ നമ്മുടെ ടൈലറിനെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ ടൈലർ ഒരു പ്രിസണിൽ നിലവിൽ ലോക്കായിരിക്കുകയാണ്. അവനൊരു ഹോസ്പിറ്റലിലാണ്, ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവനെ കാണാൻ പോവാണ്. ഇവൻ്റെ അച്ഛനിങ്ങനെ മരിച്ചല്ല, ആ കേസൊക്കെ പറയണം. പിന്നെ എന്തെങ്കിലും തുമ്പൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വെനസ്ഡേ കാണാൻ പോകുന്നത്. തിങ്ങിനോട് ഇങ്ങനെ പറയുകയാണ്, ഇനിഡിനെ നോക്കിക്കൊള്ളാനൊക്കെ പറയുകയാണ്. അപ്പോൾ
വെനസ്ഡേ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഡിന് വൈകുന്നേരം ഒരു ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഫോം മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. വെനസ്ഡേ ആ ഫോം എടുത്തിട്ട് അവിടെ നിന്ന് ഓടുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇനിയുടെ മുറിയിലേക്ക് വരികയാണ്. അവളുടെ ഫോം നോക്കുമ്പോൾ കാണാനില്ല. തിങ്ങിനോട് ചോദിക്കുമ്പോൾ തിങ്ങ് കണ്ടില്ല എന്നുള്ള രീതിയിൽ നുണ പറയും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വെനസ്ഡേയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അവൾ ഇനിഡിനെ കാണാൻ വേണ്ടി വന്നല്ല. ഇനിഡ് പെട്ടെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അമ്മ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിങ്ങിനോട് ഗൂഡിയുടെ ബുക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൂഡിയുടെ ബുക്ക് തിങ്ങ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് ആ ബുക്ക് തിങ്ങിന് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ തിങ്ങിനോട് ജസ്റ്റ് ചൂടാവണമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ങ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു സമ്മർ വെക്കേഷൻ ഫുൾ ഈ ഗൂഡിയുടെ ബുക്ക് വെനസ്ഡേയുടെ കയ്യിൽ നിന്നിട്ട് തിങ്ങിൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അത് തിങ്ങിനോട് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെനസ്ഡേ ആവട്ടെ ഈ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഈ ഒരു ഫോമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ ഒരു ഡ്രൈവർ വന്നിട്ടുണ്ട്. ഇവൻ്റെ ഈ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ഇങ്ങനെ കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഇൻസ്ട്രക്ടർ ചോദിക്കുകയാണ് ഇതിന് മുമ്പ് കാർ ഓടി ശീലമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വെനസ്ഡേ പഴയൊരു കാര്യം ഓർക്കുക കേട്ടോ. പണ്ട് ഇവളുടെ അങ്കിൾ ഫോസ്റ്റർ ഉണ്ടല്ലോ, ഒരു ബാങ്ക് റോബറി ആയിട്ട് ഇവളെയും കൊണ്ടാണ് പോയത് കാറിൽ. അപ്പോൾ അന്ന് കാർ ഓടിച്ചത് നമ്മുടെ വെനസ്ഡേ ആയിരുന്നു കേട്ടോ. വെനസ്ഡേ പറയാണ് പണ്ട് ഷോപ്പിങ്ങിന് പോയി ഒരു പരിചയം ഉണ്ടെന്നൊക്കെ ഉള്ള ഇത് പറയട്ടെ. ശരിക്കും പറഞ്ഞോളൊരു പ്രോ ഡ്രൈവറാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ടറിൻ്റെ കാലിലും ഇതുപോലെ ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പുള്ളി കാണാണ്ട് അങ്ങ് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇവൾ കാറെടുത്ത് നമുക്ക് പറപ്പിക്കുക കേട്ടോ. നേരെ ആ ഒരു പ്രിസണിലേക്കാണ് പോകുന്നത്, ടൈലറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് വൈകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറപ്പിച്ച് പോണത്. അപ്പോൾ ഈ സമയം ഈ ഡ്രൈവർ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു സോംബീനെ കാണട്ടോ. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പാണ് കാണുന്നത്. അപ്പോൾ പുള്ളി വിചാരിക്കുന്ന അവിടുത്തെ പിള്ളേർ പ്രാങ്ക് ഡേ ആണല്ലോ. അപ്പോൾ പിള്ളേരെന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി അത് മൈൻഡ് ചെയ്യാണ്ട് വിടുക. അപ്പോൾ നമ്മുടെ വെനസ്ഡേ നേരെ പോയത് ഈ ഒരു പ്രിസണിലേക്കാണ്. ശരിക്കും ഒരു പ്രിസൺ അല്ല, അതൊരു വില്ലോ ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലാട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൈലറിനെ നിലവിൽ പൂട്ടിയിട്ട് ചികിത്സിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റിനോട് സംസാരിക്കുകയാണ്. ആദ്യം അവളിങ്ങനെ ടൈലറിനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കളിയാക്കേണ്ട രീതിയിൽ സംസാരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പേര് പറയുകയാണ്. നിങ്ങളുടെ മെയിൻ ഉദ്യോഗസ്ഥരോട് ചെന്ന് പറ വെനസ്ഡേ ആഡം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ വെനസ്ഡേ ആഡം എന്നുള്ള പേര് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കേട്ടോ. അവരപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഇവിടെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നേരെ ചെന്നിരിക്കുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ഒരു ജൂഡി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയാണ്. പുള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിരിക്കുകയാണ്. ആ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് വെനസ്ഡേയോട്. വെനസ്ഡേ അങ്ങനെ തിരിച്ച് സംസാരിക്കുന്ന താല്പര്യമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരി പറയാണ് ഡോക്ടർ ഫെയർബോൺ ആണ് നിലവിലെ ടൈലറുടെ ചാർജ്. അപ്പോൾ ഈ ഒരു ഫെയർബോൺ ആണ് നിലവിലെ നമ്മുടെ ടൈലറിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി വലിയൊരു സൈക്കാട്രിസ്റ്റൊക്കെയാണെന്ന് പറയാം. സ്വന്തമായിട്ടൊരു ബുക്കൊക്കെ എഴുതണമെന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു റിസപ്ഷനിസ്റ്റ് കേട്ടോ. അപ്പോൾ ഫെയർബേൺ അങ്ങോട്ടേക്ക് വരികയാണ്. വെനസ്ഡേ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ ഗാൽപിൻ കൊല ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർ വെനസ്ഡേയോട് ചോദിക്കുന്നുണ്ട്. വെനസ്ഡേ ഈ ഡോക്ടർ ശരിക്കും വെനസ്ഡേ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇവള് വെനസ്ഡേ ടൈലറെ കാണണമെന്ന് പറഞ്ഞിട്ടേ കോർട്ടിൽ പോയിട്ടൊരു അപേക്ഷയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡോക്ടർ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണ് വെനസ്ഡേയോട്, നീ മറ്റേ ഗാൽപ്പിൻ്റെ മർഡർ കേസായിട്ട് ബന്ധപ്പെട്ട് അത് ടൈലറോട് പറയാൻ വല്ലതും വന്നാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വെനസ്ഡേ ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞായിരുന്നോ ടൈലറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ടൈലറിനെ ചികിത്സിക്കാനായിട്ട് ഈ ഡോക്ടറിന് വേറെ വഴിയൊന്നും കിട്ടില്ല കേട്ടോ. ആ യൂഷ്വലായിട്ടുള്ള ഒരു ചികിത്സാ രീതിയോടും പുള്ളി പ്രതികരിക്കണമെന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് ശരിക്കും വെനസ്ഡേയുടെ ഈ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. കാരണം വെനസ്ഡേ കാണുമ്പോൾ ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തോൺഹില്ലിനെ മരിച്ചിട്ടില്ല, തോൺഹില്ലിനെ വേറൊരു സെല്ലാണ് ഇട്ടേക്കണത്. കുറച്ച് മാറി വേറൊരു സൈഡിലാണ് ഇട്ടേക്കണത്. പുള്ളിക്കാരി ഇപ്പോഴും ഈ ഹൈഡിൻ്റെ മാസ്റ്റർ പുള്ളിക്കാരി എന്തൊരു തരം സമ്മതിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവർ ഇതുവരെ വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. തോൺഹില്ലും ടൈലറിനെ ഇവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വെനസ്ഡേയെ ഡോക്ടർ ആ ടൈലറിൻ്റെ റൂമിലേക്ക് അയക്കുക കേട്ടോ. എന്നിട്ട് അവിടെ സെക്യൂരിറ്റിയോട് പറയുകയാണ് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്തോളാൻ പറയുകയാണ്. അതുപോലെ നമ്മുടെ ഡോക്ടർ CCTV ഒക്കെ നോക്കിയിട്ട് ഒരു TV-യിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലിപ്പോൾ ആ റൂമിലേക്ക് പോയേക്കണത് വെനസ്ഡേ മാത്രമേ ഉള്ളൂ. വെനസ്ഡേ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ടൈലറിനെ ഇങ്ങനെ ബന്ധിച്ചിട്ടേക്കട്ടെ, രണ്ട് കൈയും ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ചിട്ടേക്കട്ടെ അങ്ങ് ദൂരെ. വെനസ്ഡേ കണ്ടപ്പോൾ ഉണ്ടല്ലോടാ നമ്മുടെ ടൈലർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രൂവലായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ. എനിക്കറിയാം നീ എന്നെ തേടി വരുമെന്ന്. നീ അങ്ങനെ വലിയ ബുദ്ധിശാലിയാണെന്നൊന്നും വിചാരിക്കണ്ട. നീ എന്നിലെ ഡാർക്ക് സൈഡൊക്കെ കണ്ട് തന്നെയാണ് വീണ് പോയതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വെനസ്ഡേ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈലർ പെട്ടെന്ന് മോൺസ്റ്റർ ആവാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടൺ പിടിച്ചാൽ അമർത്തുമ്പോൾ ഷോക്ക് ഉണ്ട് അവൻ്റെ കഴുത്തിൽ. അതടിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ മോൺസ്റ്റർ ആവുന്ന ആൾ വീണ്ടും നമ്മുടെ ടൈലർ തന്നെ ആവുക കേട്ടോ. അപ്പോൾ ഗാൽപ്പിൻ്റെ ഈ മരണവാർത്ത ഉണ്ടല്ലോ നമ്മുടെ വെനസ്ഡേ പുള്ളിനെ അറിയിക്കുകയാണ് ടൈലറിനെ. അപ്പോൾ ടൈലറിൻ്റെ ഭാഗത്ത് വേറെ ഇതൊന്നുമില്ല, എങ്ങനെ മരിച്ചെന്ന് മാത്രമേ ചോദിക്കണുള്ളൂ.
അപ്പോൾ വെനസ്ഡേ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നെന്ന് ടൈലറിന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ പുള്ളി പറയാണ്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാനേ പോകുന്നില്ല, ഇനി എനിക്കറിയാമെങ്കിലും ഞാൻ പറയൂല, നീ ഇതെല്ലാം അനുഭവിച്ച് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് വെനസ്ഡേ ഒന്നും പറയാണ്ട് തിരിച്ചടക്കുമ്പോൾ ഇനിഡിനെ ഇവൻ കൊല്ലുമെന്ന് പറയട്ടെ. കാരണം ഇനിഡാണല്ലോ ഇവനെ കഴിഞ്ഞവണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇനിഡിനെ ഇനി കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയാണ്. അപ്പം നമ്മുടെ വെനസ്ഡേ തിരിച്ചു നിന്നിട്ട് ഇവനെ അപമാനിക്കുക കേട്ടോ. വെനസ്ഡേ പറയുന്നത്, നീ വെറും മോൺസ്റ്ററാണ്, നിന്നെ കൊണ്ട് ആർക്കും യാതൊരു ഉപകാരമില്ല, തോൺഹില്ല് പോലും നിന്നെ വെറുതെ മുതലെടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അങ്ങനെ അപമാനിക്കുകയാണ്. അതിന് വെനസ്ഡേ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ വീണ്ടും ടൈലർ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സോംബിയാൻ നോക്കുമ്പോൾ വീണ്ടും ആ ഷോക്ക് അടിപ്പിക്കുക കേട്ടോ. വെനസ്ഡേ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം നമ്മുടെ അപ്പർ സൈഡിലാവട്ടെ ഈ സോംബി രക്ഷപ്പെട്ടല്ലോ. നമ്മുടെ യുജീൻ, ഇവർക്കൊരു പേരിട്ടാണ്, സോംബിക്കൊരു പേരിട്ടാണ്, സ്ലർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടത്. അപ്പോൾ സ്ലർപ്പ് രക്ഷപ്പെട്ടത് യുജീൻ പക്സ്ലിയോട് ഓടി വന്ന് പറയാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഓടുകയാണ് അവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഈ സമയം നമ്മുടെ ഇനിഡും ബ്രൂണോയും ഒരു റൂമിലേക്ക് വരികയാണ്. വേറെ ആരും ഇല്ലല്ലോ, ചുമ്മാ റൊമാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു ഗിഫ്റ്റ് പോലെ എന്നൊരു സംഭവം കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ തിങ്ങിന് വന്നൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ തിങ്ങ അവരുടെ ആ പുള്ളിയുടെ റൂമിൽ കിടക്കുമായിരുന്നു. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, പുള്ളിയുടെ ബർത്ത്ഡേ ആണ്, തിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഫെസ്റ്റർ ഉണ്ടല്ലോ, ഫെസ്റ്റർ അയച്ച ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിഡ് നമ്മുടെ തിങ്ങിനെ വിഷൊക്കെ ചെയ്യുകയാണ്. വേറെ ആരും ഓർത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. വെനസ്ഡേ ഒന്നും ഓർത്തില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരും ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം നമ്മുടെ തിങ്ങനെ ഇനിടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂണോ മുറിയിലുണ്ടല്ലോ, ബ്രൂണോ അപ്പോൾ കുറച്ച് നീങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രൂണോനെ ആരും അടിച്ച് വീഴ്ത്താം കേട്ടോ. ഇനിഡ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇനിഡിന് അടി കിട്ടിയിട്ട് അവളും വീഴുകയാണ്. പെട്ടെന്ന് നമ്മുടെ തിങ്ങൊരു പെട്ടിയുടെ ഉള്ളിലായിരുന്നു, ആ പെട്ടി ആരണ്ട് പൂട്ടിയിടാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പണി പാളിയിരിക്കുകയാണ്. ബ്രൂണോ അതേപോലെ തന്നെ ഇനിഡും ബോധം കെട്ട് വീണേക്കാണ്. നമ്മുടെ തിങ്ങ് ലോക്കായി, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഈ സമയം നമ്മുടെ ബിയാങ്ക അവിടെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത്, ആ ഫസ്റ്റ് ആണെന്ന് ഡോണറല്ലേ, അത് അവരുടെ അമ്മയാണ്, വെനസ്ഡേയുടെ അമ്മയുടെ അമ്മയാണ്. അവരാദ്യം വിളിക്കാനൊക്കെ പറയാൻ പറഞ്ഞിട്ട് നമ്മുടെ ബിയാങ്കേനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബിയാങ്ക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവളുടെ കഴുത്തിൽ ആ ഒരു ചെയിൻ പൊട്ടിച്ചാലാണ് ഉള്ള സൈറൺ വർക്ക് ആവുള്ളൂ. അപ്പോൾ സൈറൺ ഉപയോഗിച്ചാണ് പ്രിൻസിപ്പളിനെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്, എന്നെ ഇങ്ങനെ മാറ്റണം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ കമാൻഡ് ചെയ്യാണ്. പക്ഷേ പ്രിൻസിപ്പളിന് ഈ സൈറൺ സംഭവം ഏൽക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു സംഭവം പുള്ളിയുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പഴയ ക്ലോക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ബിയാങ്കയുടെ ഈ സൈറൺ എബിലിറ്റി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല, നമ്മുടെ വെനസ്ഡേയുടെ അമ്മയുടെ അമ്മേനെ വിളിക്കാൻ വെനസ്ഡേയുടെ അമ്മേനോട് ഇവിടെ എന്തായാലും ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിക്കണം, അതാണ് ഓർഡർ. അപ്പോൾ നമ്മുടെ വെനസ്ഡേ വരുമ്പോൾ മുറിയിൽ വേറെ ആരുമില്ല, അതുപോലെ തിങ്ങ് ലോക്കായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ട് ഇങ്ങനെ കേൾക്കുകയാണ് പെട്ടിട്ടുള്ളിൽ. അപ്പോൾ തിങ്ങിനെ ഇങ്ങനെ തുറന്നു വിടുമ്പോൾ തിങ്ങ് പറയാണ്, ഇനിഡ് മിസ്സായിട്ടുണ്ട്, ആരോ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ തന്നെ ഇനിഡിൻ്റെ ഫോൺ കിടക്കണമെന്ന് ഫോൺ റിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആരോട് സംസാരിക്കുകയാണ്, 30 മിനിറ്റ് നിൻ്റെ ഫ്രണ്ടിനെ കണ്ടെത്താൻ 30 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ടാവാണ്. പെട്ടെന്ന് ഒരു ഡോറിൻ്റെ അടിയിൽ കൂടി ഒരു കാർഡും വരിക കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഇതേക്കാണ് പ്ലേ ഡെഡ് എന്ന് ഇതേക്കാണ്. അതേപോലെ ഒരു ഓർഗൻ്റെ ഫോട്ടോ ഉണ്ട്, ഒരു ഹെയർട്ടിൻ്റെ ഫോട്ടോ, ഹൃദയത്തിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ബോധം തെളിയുമ്പോൾ നമ്മുടെ ഇനിഡും ബ്രൂണോയും നോക്കുമ്പോൾ അവരൊരു ഇയാഗോ ടവർ ഉണ്ട്, വലിയ യൂസ് ഒന്നും ഇല്ലാത്തൊരു ടവറാണ്, ഒരു ക്ലോക്ക് ടവറാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കട്ടെ ഇവരെ. അപ്പോൾ നമ്മുടെ ഇനിഡിന് ഡൗട്ട്, ഇനി അജാക്സിനെ പ്രാങ്ക് ഡേ ആയിട്ട് ഇവനെ കെട്ടി വെച്ചേക്കാണെന്നുള്ള അജാക്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് നോക്കട്ടെ. പക്ഷേ പ്രാങ്ക് ഡേ ഒന്നും അല്ലായിരുന്നു. ഇവർ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ കുറേ വാളൊക്കെ വെച്ചേക്കാട്ടെ. എന്ന് പറഞ്ഞാൽ വാൾ എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് വീഴാം, ഇവർ ചാവാം. അപ്പോൾ വെറും പ്രാങ്ക് അല്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് മനസ്സിലാവണം, ഇവർ പേടിക്കുകയാണ്. അപ്പോൾ വെനസ്ഡേ ഇവരെങ്ങനെ ഇനിഡിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ മ്യൂസിക് ടീച്ചറായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുക കേട്ടോ. അപ്പോൾ ആ മ്യൂസിക് ടീച്ചർ പറയാണ്, സെല്ലോ വായിക്കാൻ നിനക്ക് ട്രെയിനിങ് തരാം, എല്ലാ വെള്ളിയാഴ്ച 3:30 വരണം എന്നുള്ള രീതിയിൽ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെനസ്ഡേക്ക് പെട്ടെന്ന് എന്തോ ഒരു ഹിൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ നേരത്തെ കാർഡിൽ കണ്ട ആ ഹേർട്ട് ഉണ്ടല്ലോ, അത് ഹേർട്ടല്ല, ഒരു ഓർഗനാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കണ ഈ ഒരു ഓർഗൻ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഓർഗനിൽ പോയിട്ട് പ്ലേ ഡെഡ് എന്ന് പറഞ്ഞ സംഭവം വായിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വെനസ്ഡേ നേരെ പോയിട്ട് ഈ ഒരു ഓർഗൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഒരു പ്ലേ ഡെഡ് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് അമർത്തുകയാണ് ആ കീകളെല്ലാം. അപ്പോൾ പെട്ടെന്നൊരു വാതിൽ തുറന്നു വരും കേട്ടോ. വാതിൽ തുറന്ന് ഇവിടെ അകത്തേക്ക് കയറി കുറച്ച് അടുക്കുമ്പോൾ പുറകിലൊരു രൂപമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള ഒരു പ്രേതം പ്രത്യക്ഷപ്പെടുന്ന പോലെ കാണിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഇനിഡും ബ്രൂണോയും ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആട്ടിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആട്ടുന്നതിനിടയിൽ ഇവരിങ്ങനെ നിലത്ത് വീഴാം കേട്ടോ. നിലത്ത് വീണ് ഇങ്ങനെ സംസാരിച്ച് അവർ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി പരസ്പരം കിസ്സൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്താട്ടെ വെനസ്ഡേ ഓടി ഇങ്ങനെ മേളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു കിസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെനസ്ഡേനെ കാണുമ്പോൾ നമ്മുടെ ഇനിഡിന് സമാധാനമാവാണ്. അപ്പോൾ തിങ്ങ് ഓടി വന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു വള്ളി
വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വള്ളി കെട്ടുമ്പോൾ മുകളിലെ വാളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഓരോന്നിട്ട് നമ്മുടെ തിങ്ങിൻ്റെ മുകളിലേക്ക് ചാടുകയാണ്. അപ്പോൾ തിങ്ങ് ഒരു വാളിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടു പോകാം കേട്ടോ. ഈ സമയം താഴത്ത് ഇങ്ങനെ ക്ലോക്കിൽ ഇങ്ങനെ ഓടേണ്ടുന്ന ക്ലോക്കാണല്ലോ. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ ചക്രം പെട്ടെന്ന് കറങ്ങാൻ തുടങ്ങി കേട്ടോ. ചക്രം ഇങ്ങനെ താഴത്ത് കറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ഈ വാളുകൾ ഇങ്ങനെ പയ്യെ ഇങ്ങനെ അങ്ങനെ തന്നെ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ഇനിഡിനെയും ബ്രൂണോനെയും കൊല്ലാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെനസ്ഡേ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു ടൈപ്പ് റൈറ്റർ അതിനകത്ത് എന്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചെന്ന് നോക്കുമ്പോൾ വൈ ഡോണ്ട് യു സീ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു ബുക്ക് മിസ്സിങ് ഉണ്ട്, ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മിസ്സായ ലിസ്റ്റിലുള്ള ബുക്ക് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി പെട്ടെന്ന് കത്താണ് സംഭവം എഴുതിയേക്കുന്നത് വൈ ഡോണ്ട് യു സീ എന്നാണല്ലോ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ് H.G. വെൽസിൻ്റെ ഇൻവിസിബിൾ മാൻ എന്നുള്ളത് മനസ്സിലാവണം. അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ക്ലോക്ക് സ്റ്റോപ്പ് ആവും കേട്ടോ. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് അവിടെ കൈ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. കൈ തട്ടുണ്ട്. കൈ തട്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ അതാരാന്നറിയോ? ഇവളുടെ ഈ ഒരു ഫാൻ ഉണ്ടായിരുന്നല്ലോ, ഓട്ടോഗ്രാഫ് ചോദിച്ചു വന്ന ഈ ഒരു ഫാൻ ആഗ്നസ്, അവളായിരുന്നു കേട്ടോ. അവളായിരുന്നു ഈ പ്രാങ്കിൻ്റെ പുറകിലെല്ലാം. അവൾ ഈ പ്രാങ്കെല്ലാം ചെയ്തത് പറഞ്ഞാൽ ഇവളുടെ പുറകെ കിടന്ന ആ സ്റ്റോക്കർ ഉണ്ടല്ലോ, ശരിക്കും ഈ ഒരു പെണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിട്ട് പെട്ടെന്ന് കയറി ചൂടാവണം, ഇവിടെ ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ആഗ്നസ് പറയാണ്, മിണ്ടാതിരിക്കും വേണേ, നിൻ്റെ ആ ഒരു കൈയൊക്കെ താഴെയിട്, നിങ്ങൾക്ക് റൊമാൻസിന് വേണ്ടിയിട്ട് ഇവനൊറ്റയ്ക്ക് കിട്ടിയില്ലേ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിന് സന്തോഷിക്കാനൊക്കെ പറയാണ്. വെനസ്ഡേ അപ്പോൾ ആഗ്നസിനോട് ചോദിക്കുകയാണ്, അപ്പം നീയായിരുന്നല്ലേ ഇതിൻ്റെ പിന്നിലല്ല, അപ്പോൾ ആ ഒരു കൊണ്ടുവന്നിട്ടതും ഗാൽപ്പിനെ കൊന്നതൊക്കെ നീയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആഗ്നസ് പറയാണ്, ഗാൽപ്പിനെ കൊന്നത് ഞാനല്ല, പക്ഷേ ഫോൺ എടുത്തത് ഞാൻ, നിൻ്റെ പുറകെ ഉണ്ടായിരുന്ന ആ ഫോൺ എടുത്തത് ഞാനായിരുന്നു പറയാണ്. അപ്പോൾ ഈ ഫോണിൽ ഒരുപാട് വിവരങ്ങളുണ്ടാവില്ലേ, ഇമെയിൽസും കോൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് തുമ്പ് കിട്ടിയല്ലോ. അപ്പോൾ നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്, അപ്പോൾ നിന്നോടൊന്ന് കൂട്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്നാൽ ആരായിരിക്കും കില്ലറെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറയാണ്. അവസാന സീനിൽ കാണിക്കുന്നവിടെ ബിയാങ്ക നേരത്തെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തില്ല. ബിയാങ്ക നേരെ വെനസ്ഡേയുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇവളുടെ സൈറൺ ഈ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറയാണ് ഗ്രാൻഡ് മദറിനെ കോൾ ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇവക്ക് ഏറ്റു, ഈ ഒരു വെനസ്ഡേയുടെ അമ്മയ്ക്ക് ഈ ഒരു സൈറൺ സംഭവം ഏറ്റു. അപ്പോൾ അവൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതേപോലെ ബിയാങ്ക പറയാണ്, നീ എന്നെ കണ്ട കേസെല്ലാം മറന്നു പോട്ടെ സൈറൺ ശക്തി ഉപയോഗിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ അതെല്ലാം മറന്നും പോയി. അതേപോലെ നമ്മുടെ വെനസ്ഡേ തിങ്ങിനോട് മാപ്പ് പറയാം കേട്ടോ, ബർത്ത്ഡേ ഒക്കെ മറന്നു പോയല്ലോ. അവളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിഡിനെ രക്ഷിക്കണം, അവൾ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അവൾക്ക് വിഷൻ ഉണ്ടായല്ലോ. അപ്പോൾ നമുക്ക് ഗൂഡിയുടെ ബുക്ക് ഞാനൊന്നും കൂടി നോക്കട്ടെ എന്നുള്ള രീതിയിൽ വെനസ്ഡേ ബുക്ക് നോക്കാൻ പോകുമ്പോൾ തിങ്ങിടന്ന് പരിങ്ങാട്ടോ. സംഭവം എന്താണ്, ഗൂഡിയുടെ ബുക്കും കൊണ്ട് അമ്മ പോയല്ലോ. അപ്പോൾ ഗൂഡിയുടെ ബുക്ക് എന്തെന്ന് ചോദിക്കുമ്പോൾ തിങ്ങ് പറയണത് അമ്മ കൊണ്ടുപോയെന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒറ്റക്കണ്ണൻ കാക്ക പുറത്തിരുന്ന് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെനസ്ഡേ ഇത് കണ്ട് ഓടി വരുമ്പോഴും കാക്ക അവിടെ നിന്ന് പറന്നു പോവാണ്. അതേപോലെ തന്നെ നമ്മുടെ സോംബി രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അപ്പൂപ്പനെ ഓർക്കണ്ടല്ലോ, മറ്റേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന് അപ്പൂപ്പൻ തിരിച്ചു വരുമായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് അപ്പൂപ്പൻ അറിയാതെ ഈ സോംബിനെ ഇടിക്കുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ വിചാരിക്കണം ഒരാളെ ഇടിച്ചു എന്നാണ്. അപ്പം പുറത്ത് നോക്കുമ്പോൾ ഈ ഇടിച്ച ആളെ കാണാനില്ല. പെട്ടെന്ന് ഈ സോംബി അപ്പൂപ്പൻ്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അപ്പൂപ്പനെ കടിച്ചവിടെ ഇട്ട് കൊല്ലുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ അമർത്തിയേക്കുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ബൈ, അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം.